ശ്രീ KVS ഹരിദാസ്, ഇതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഇന്നത്തെ കേജ്രിവാളിന്റെ പ്രസംഗം അത് BJPക്കകത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മോദി അധികാരത്തിൽ വന്നാൽ അടുത്തത് 2 മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് പറയുന്നു. താങ്കൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും ക്ഷമിക്കണം, മോദിയും ആദിത്യനാഥും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം പുറത്ത് അറിഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് അത്ര വലിയ രഹസ്യമല്ല. അവിടുത്തെ ചീഫ് സെക്രട്ടറിയെ പോലും മോദി നിശ്ചയിച്ച ആളെയാണ്, ആദിത്യനാഥിന് ഇഷ്ടമില്ലാത്ത ആളെ അവിടെ നിശ്ചയിച്ചു എന്നുള്ള അടക്കമുള്ള വാർത്തകൾ ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ആദിത്യനാഥും മോദിയും തമ്മിൽ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. എനിക്ക് സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ള വാക്ക് അതാണ്. ഒരു കൊടിയ അഴിമതി കേസിൽപ്പെട്ട് ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ ഒരാള്, അയാള് പുറത്ത് വന്ന് നടത്തിയ ചില വിവരക്കേടുകൾ, വിളിച്ചു പറഞ്ഞ വിവരക്കേടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റമാണെന്ന് വിശദീകരിക്കാനുള്ള ഒരു അഹംഭാവമുണ്ടല്ലോ. ഞാൻ അതിൽ അഹംഭാവം എന്ന് തന്നെ വിളിക്കുന്നേ, വിവരക്കേടെന്ന് ഞാൻ വിളിക്കുന്നില്ല. ആ അഹംഭാവം സഹതാപം അർഹിക്കുന്നതാണ്. BJPയിൽ യോഗി ആദിത്യനാഥിനുള്ള സ്ഥാനം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നിരീക്ഷകന്മാരുണ്ടല്ലോ, അവരോട് പരമപുച്ഛമാണ്. കഴിഞ്ഞ 5 വർഷം, ആദ്യം 5 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതിനു മുമ്പ് അദ്ദേഹം 10-15 വർഷം ലോകസഭയിൽ ഉണ്ടായിരുന്നു. ഇന്ന് എത്ര ക്ലീൻ ട്രാക്ക് റെക്കോർഡാ അദ്ദേഹത്തിന് UPയിലുള്ളത്. UPയിലെ BJPക്ക് കരുത്ത് പകരുന്നത് യോഗിയാണ്. അതുപോലെ അനവധി, BJPക്ക് ഒരു നേതാവല്ല UPയിലുള്ളത്, അനവധി നേതാക്കന്മാരുണ്ട്. അതിലെ പ്രമുഖനാണ് യോഗി. അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട്, അതും ഈ അഴിമതി കേസിൽ പുറത്തു വന്ന ഒരു മഹാൻ, ഇടക്കാല ജാമ്യം കിട്ടി പുറത്തു വന്ന ഒരു മഹാൻ, അയാൾ വിളിച്ചു കൂവുന്നതിനനുസരിച്ച് അത് രാഷ്ട്രീയ ചർച്ചയാക്കാൻ എനിക്ക് സഹതാപമാണ്, രാഷ്ട്രീയ സഹതാപം. അതിൽ മാധ്യമപ്രവർത്തകരുടെ നിലപാടുകൾ എനിക്ക് അതിനകത്ത് അതിശയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തും പറയാം. കാരണം ഈ 2014-ലും 2019-ലും ഒക്കെ BJPക്ക് എതിരായിട്ട് നിങ്ങൾ നെയ്തെടുത്ത കള്ളക്കഥകളുണ്ട്, സാങ്കല്പിക കഥകളുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് അടർന്നു വീഴുന്നത് വോട്ടെണ്ണിയപ്പോൾ കണ്ടതാ. 2024-ലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. വളരെ വ്യക്തമായ മാർജിനോടുകൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ UPയിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ റായ്ബറേലിയിൽ മത്സരിക്കാൻ ഒരാൾ പോയിട്ടുണ്ടല്ലോ, അവിടെ പോലും കോൺഗ്രസ് ഇത്തവണ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ കാസ്റ്റ് ഇക്വേഷനെ കുറിച്ചൊക്കെ ആരാ സംസാരിച്ചതെന്ന് ഞാൻ കണ്ടില്ല, എന്റെ മുമ്പിൽ TV ഇല്ലാത്തത് കൊണ്ട്. മോഹൻ വർഗീസിന്റെ രാഷ്ട്രീയ നിരീക്ഷണം പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദല്ലാളായിട്ട് വന്നിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് വിളിച്ചു കൂവിയിട്ടുള്ള മാന്യദേഹത്തിന് എന്തും പറയാം. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ കേജ്രിവാള് ആ കേസിലെ സംഭവം, ആ കേസിനെ കുറിച്ച് കൂടി ഒരു കാര്യം പരാമർശിക്കാതെ ഈ ആദ്യ റൗണ്ട് പൂർത്തിയാക്കാൻ പറ്റൂല. അദ്ദേഹം ആദ്യം സുപ്രീം കോടതി പോയി പറഞ്ഞത് എന്താ? ഞാൻ ജാമ്യ ഹർജി കൊടുക്കുന്നില്ല. തന്റെ അറസ്റ്റിനെയാണ് ചോദ്യം ചെയ്യുന്നത്, ആ കേസിനെ അദ്ദേഹം ചോദ്യം ചെയ്തത്. അവസാനം കീഴടങ്ങി ജാമ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ജാമ്യവും കിട്ടിയില്ല. ഇടക്കാല ജാമ്യമാണ്. 1-ാം തീയതി കഴിയുമ്പോൾ വീണ്ടും കയ്യിൽ വിലങ്ങും വച്ചിട്ട് നേരെ ജയിലിലേക്ക് കയറി ചെല്ലണം. അങ്ങനെയുള്ള ഒരു നേതാവ് പുറത്തു വന്നിട്ട് ഇത്തരത്തിലുള്ള വീരേതിഹാസം വിളമ്പുമ്പോൾ അത് കേട്ടിട്ട് ഉയർന്നു നിൽക്കാൻ തയ്യാറുള്ള കുറെ നേതാക്കന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. BJPയുടെ കരുത്തനായ നേതാവാണ് യോഗി ആദിത്യനാഥ്. അതുപോലെ അനവധി അവരെ ഒന്നും താങ്കളുടെ ഈ അമിത രോഷം കേജ്രിവാളിന്റെ പ്രസംഗത്തിന്റെ പ്രതിഫലനമാണ്, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് ഞാൻ കരുതുകയാണ്. അല്ല സ്മൃതി, ഒരു മിനിറ്റ്. സ്മൃതി പറഞ്ഞ തെറ്റാണ്.
കേജ്രിവാളിനെ പോലുള്ള ഒരു ക്രിമിനല് അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ കിടന്ന് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ ആള് അയാൾ നടത്തുന്ന ഒരു ഗിരിപ്രഭാഷണത്തെ നിങ്ങളൊക്കെ തലയിലേറ്റാൻ തുടങ്ങുമ്പോ അദ്ദേഹം നടത്തുന്ന ഗിരിപ്രഭാഷണത്തിന് മുമ്പ് സുപ്രീം കോടതി നടത്തിയ ചില വിധിയിലെ പരാമർശങ്ങൾ കൂടിയുണ്ടല്ലോ, അതുകൂടി ചേർത്ത് വായിക്കണം. ശ്രീ കെ വി എസ്, താങ്കളിലേക്ക് വരാം. പിന്തുണയ്ക്കുന്ന നിലപാടുകളോടാണ് സഹതാപം. അത് പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുക എന്ന് കൂടിയാണല്ലോ. Debate with Smriti Parithikad.